ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നല്ല കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധന 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 എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ഓ ആരാധന 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 തുല്യം ചൊല്ലാൻ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ജീവനേ സ്വന്തമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ജീവനേ സ്വന്തമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ഓ ആരാധന 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 ഓ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ
എല്ലാവരെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒന്ന് കണ്ണുകളെ അടച്ച് ഇന്ന് കേട്ട എല്ലാ വചനങ്ങളും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആദ്യം നമ്മൾ കേട്ടൊരു വാക്യമാണ്, ഒരു കുഷ്ഠരോഗിയെ യേശു തൊട്ടു. ആ സ്ഥാനത്ത് ഇന്ന് ഞാനാണ്, ആ സ്ഥാനത്ത് ഇന്ന് എൻ്റെ ജീവിതമാണ്, ആ സ്ഥാനത്ത് ഇന്ന് എൻ്റെ നിയോഗമാണ്, എൻ്റെ കുടുംബമാണ്. ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ ചിന്തിക്കുവാന്നിരിക്കട്ടെ, എന്തു പ്രാർത്ഥന, എന്തു ദൈവം, എന്തിനു പോകുന്നതാ എന്നൊക്കെ ചിന്തിച്ച് മനസ്സും മടുത്ത് എവിടെയേലും പോയായിരുന്നെങ്കിൽ ഈ വിടുതൽ നടക്കുമായിരുന്നോ? ഈ ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഈ ഒരു നല്ല കാലം ഉണ്ടാകുമായിരുന്നോ? ഈ കുഷ്ഠരോഗി ചിലപ്പോൾ ചിന്തിച്ചിട്ട് കാണും രോഗമുള്ള അവസ്ഥയിൽ ഒറ്റപ്പെട്ട സമയത്ത്, ഇനി ഒരു നല്ല കാലമൊന്നും എനിക്ക് ജീവിതത്തിലില്ല, ഇത്രയൊക്കെ പ്രായമായില്ലേ, പോരാത്തതിന് ഈ രോഗവും, ഇനി ആർക്കും എന്നെ വേണ്ടി വരില്ല, എൻ്റെ ജീവിതം തീർന്നു, നശിച്ചു എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചത്. പക്ഷേ എപ്പോഴോ ആ മനുഷ്യന് തോന്നി യേശുവിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലണമെന്ന്. ആരെങ്കിലും പറഞ്ഞു കാണും ചിലപ്പോൾ. ആ വന്ന ആ ഒരു നിമിഷമാണ് ആ വ്യക്തിയുടെ ജീവിതം മാറിയത്, വിടുതൽ സംഭവിച്ചത്, സൗഖ്യങ്ങൾ ഉണ്ടായത്, പ്രതീക്ഷിക്കാത്തൊരു നല്ല കാലം ജീവിതത്തിൽ വന്നു കയറിയത്. നിങ്ങളും ഒരു പക്ഷേ ഇന്ന് തോന്നി, ഇന്ന് വരണ്ടായിരുന്നു തോന്നിയവരുണ്ടാവും. ഇന്ന് പോകണോ, ഇന്ന് പോകണ്ടേ, നാളെ പോയാൽ പോരെ, നാളെ കഴിഞ്ഞ് പോകാം എന്നൊക്കെ ചിന്തിച്ചവരായിരിക്കും. ഇന്ന് വന്നതിൻ്റെ പിന്നിൽ പോലും ഒരു ദൈവഹിതമുണ്ട്, ഒരു ദൈവീക പദ്ധതിയുണ്ട്, ഇല്ലെങ്കിൽ വരത്തില്ലെന്നേ. ചില ആൾക്കാരെയൊക്കെ ധ്യാനത്തിന് കയറെ കെട്ടിക്കൊണ്ട് വന്നാൽ അവർ കയറ് പെട്ടിച്ചു കൂടും. പക്ഷെ നമ്മളാരും കയറ് കെട്ടി വെച്ചവരൊന്നുമല്ല, നമ്മൾ തന്നെ സ്വന്തം മനസ്സോടെ വന്നവരാണ്. അവൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ജീവിതത്തിൻ്റെ പുറകിൽ. നിങ്ങൾ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ പോവാണ്. കുഷ്ഠരോഗിയായ മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. ചീഞ്ഞു നാറിയ ശരീരം, ദ്രവിച്ചു തീർന്നുകൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങൾ. എന്നെ പുള്ളിയെ കാണുമ്പോൾ മൂക്ക് പൊത്തി വാ പൊത്തി ആൾക്കാർ ഓടും. ഒരു വീട്ടിലേക്ക് 7 അയൽവക്കത്തേക്ക് പോലും അടുപ്പിക്കത്തില്ല. കുടുംബക്കാർ ഉപേക്ഷിച്ചു, നാട്ടുകാർ ഉപേക്ഷിച്ചു, ദേശക്കാർ ഉപേക്ഷിച്ചു, സകലരും ഉപേക്ഷിച്ചു. ആരൊക്കെ ഉപേക്ഷിച്ചിട്ടും ഉപേക്ഷിക്കാത്തൊരു ദൈവത്തെ അവിടെ കാണാൻ പറ്റും. ഈ ദേശത്ത് നിന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയ, ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കില്ല, എൻ്റെ മക്കളെ ഉപേക്ഷിക്കില്ല. ഞാൻ തകർന്ന് നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് തുടക്ക ദിവസമാണ്. നല്ലൊരു വിടുതൽ ഉണ്ടാകട്ടെ, നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ കൈ എത്തുന്ന ദൂരത്ത് അവൻ വന്നു നിന്നു. എവിടെയേലും അല്ല, അത്രയും അടുത്തൊക്കെ വരാൻ പറ്റുമോ? ദൈവത്തോട് അടുത്തു വാ. യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് വാ. യേശു നിന്നെ തൊടും. യേശു നിന്നെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു കൈ നീട്ടി തൊട്ടു. തൊടാൻ അറയ്ക്കുന്ന ശരീരമാവൻ്റെ, എന്നിട്ട് പോലും യേശു അവനെ തൊട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം, പാപത്തിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ യേശു തള്ളിക്കളയില്ല. യേശു നിങ്ങളെ തൊടും. ഒരുപക്ഷെ എൻ്റെ ജീവിതങ്ങളിൽ ഒരുപാട് പാകപ്പിഴകളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നലകളിൽ. പക്ഷെ യേശു നിന്നെ തൊടുമ്പോൾ നിന്റെ ജീവിതം മാറും. നിനക്കൊരു വിശുദ്ധി കൈവരും.
നിന്റെ ജീവിതം ഇന്നലത്തേതുപോലെ ആയിരിക്കില്ല. നാളെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ആമേൻ. അത് ദൈവ പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ഒരു ഇടപെടൽ സംഭവിക്കട്ടെ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച്, ചീഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ളപ്പോ തന്നെയാ യേശു തൊട്ടത്. സൗഖ്യമായതിനു ശേഷമല്ല തൊട്ടത്. നീ ഏതവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? മദ്യപാനിയാണോ, പാപിയാണോ, കുറവുള്ളയാളാണോ, ബലഹീനനാണോ, 1000 വട്ടം വീണുപോയിട്ടുണ്ടോ? സാരമില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇന്ന് നിന്നെ തൊടും. തൊട്ടതിന് ശേഷം ആ മാറ്റവും വിടുതലും ഉണ്ടായത്. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈ ഗാനത്തിന്റെ വരികളൊന്ന് ശ്രദ്ധയോടെ ഒന്ന് പ്രാർത്ഥിച്ച്, എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് സംഭവിക്കട്ടെ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് എന്താണ് ആവശ്യം? ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എന്നിട്ടോ എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഈ പാടിയത് ശരിക്കും ഒരു അനുഭവമായി മാറട്ടെ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൊണ്ടുവന്നേ. നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് ആവശ്യങ്ങൾ, കുടുംബം, ജീവിതം, ജീവിത പങ്കാളി, മക്കൾ, ആരോഗ്യം, ജോലി, വരുമാനം, കടബാധ്യത, എന്ത് പ്രശ്നമാകട്ടെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ടൊന്ന് പാടി. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ഒരുമിച്ചെല്ലാവരും എന്റെ ആവശ്യങ്ങളറിഞ്ഞ് പാടിയതൊരു പ്രാർത്ഥനയാണ്. ശബ്ദമുയർത്തി ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാ സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി പാടാം. എല്ലാ സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ശബ്ദമുയർത്തി എന്റെ എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയ നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. നമുക്ക് സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ധ്യാനത്തിന് 2 ദിവസം കൂടിയുണ്ട്. നമുക്കൊരു ചടങ്ങായി, ഒരു ഭാഷനായി പങ്കെടുക്കാതെ ഒരു നിയോഗത്തിൽ പങ്കെടുക്കാം. എൻ്റെ തലയ്ക്കകത്തുള്ള, എൻ്റെ ബുദ്ധിയിലുള്ള ആശയമല്ല ഞാൻ പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ആശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു ചുക്ക് സംഭവിക്കില്ല നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ അറിവുണ്ട്, ഞാൻ പഠിച്ച കുറേ അറിവുണ്ട്, അതൊക്കെ ഇവിടെ വിളമ്പിയിട്ട് ഒരാൾക്കും ദൈവാനുഭവം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ, ആ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയാ വിടുതലുണ്ടാകുന്നേ, അവിടെയാ സൗഖ്യം സംഭവിക്കുന്നേ, ദൈവം നിങ്ങളെ തൊടുന്നതൊക്കെ അവിടെയാ. ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ അകത്തേക്ക്
ദൈവമേ, എൻ്റെ അങ്ങയുടെ വചനം എനിക്ക് ലഭിക്കണം. അകത്ത് വചനം വരുമ്പോൾ അകത്തുള്ള ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ ചിലവ പറയും, എൻ്റെ വീടിനകത്ത് മുഴുവൻ പ്രശ്നമാണ്, എൻ്റെ സ്വഭാവത്തിൽ പ്രശ്നമാണ്. അവിടെ എല്ലാം വിടുതൽ നടക്കും. ഇത്രയേ ഉള്ളൂ ഒരു നിയോഗം. ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുക. ദൈവത്തോട് നല്ലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊരു നല്ല ബന്ധമുണ്ടാവും. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടാവും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തോട് നല്ലൊരു ബന്ധമുണ്ടാവും. നിങ്ങളുടെ ശുശ്രൂഷയോട് നല്ല ബന്ധമുണ്ടാവും. ദൈവത്തോട് നല്ല ബന്ധമുണ്ടാകുമ്പോൾ ഇവിടെ എല്ലാം നല്ല ബന്ധമുണ്ടാവും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം കുറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾ, ആ ബന്ധം ശരിയാകാതെ പോകും. നമുക്ക് നല്ല അനുഗ്രഹമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. കണ്ണുകൾ അടച്ച് 1 2 നിയോഗം മനസ്സിൽ കണ്ട് ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്ത് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus, Jesus, hallelujah, glory, hallelujah, 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 hallelujah. യേശുവേ, hallelujah, hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.